വെൽക്കം ജിമിൽ സർ, വെൽക്കം ടു അവർ ഇന്റർവ്യൂ. താങ്ക് യു നിത്യ. നമ്മുടെ സ്പാർട്ടൻസിന്റെ ഓഡിയൻസിന് സാറിനെ അത്ര കണ്ട് ഫെമിലിയർ ആയിരിക്കില്ല. സാർ ഒരു ന്യൂ ഫേസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്പാർട്ടൻസിന്റെ ഓഡിയൻസിന് വേണ്ടി സാറിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ലൈക്ക് യുവർ ബാക്ക്ഗ്രൗണ്ട്, സാർ ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ പേര് ജിമിൽ ജോർജ്. കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന വളരെ ചെറിയൊരു വില്ലേജിലാണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പയ്യന്നൂർ കോളേജിൽ നിന്ന് കെമിസ്ട്രി ബിരുദവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2008 MSc അപ്ലൈഡ് കെമിസ്ട്രി ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ നിന്ന് കെമിസ്ട്രി PhD പൂർത്തിയാക്കി. അതിനുശേഷം അത് 2013 ഞാൻ പൂർത്തിയാക്കിയത്. അതിനുശേഷം 2013 മുതൽ 2019 വരെ ഞാൻ വിവിധ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ കുറച്ചു നാൾ റിസർച്ച് ഫെലോ ആയി വർക്ക് ചെയ്തു. തുടർന്ന് വിവാഹം കഴിക്കുകയും കോളേജ് അധ്യാപികയായ ഭാര്യയോടൊപ്പം തൃശ്ശൂർക്ക് താമസം മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അതിഥി എത്തി, കോവിഡ്. അങ്ങനെ ഞാൻ പിന്നീട് ഗവൺമെന്റ് ജോലിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ഇപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറൻസിക് വിദഗ്ധനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സർ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ലോങ് ഗ്യാപ്പ്, ഏതാണ്ട് ഒരു 13 വർഷത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് സർ PSC എക്സാംസിന് വേണ്ടി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും അതിൽ ഉയർന്ന റാങ്ക് നേടുന്നതും. സാറിന് എപ്പോഴാണ് തോന്നിയത് ഒരു ജോലി അത്യാവശ്യമാണ്, ഒരു ജോലിയുടെ ആവശ്യകതയെ പറ്റി സാറിന് എപ്പോഴാണ് തോന്നിയത്? എനിക്ക് ഒരു ജോലിയുടെ അത്യാവശ്യകതയെ പറ്റി എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ജോലിയെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, അതിന് കാരണം മറ്റുള്ളവർക്കെല്ലാം ശാപമാണ് എന്ന് പറയുന്ന നമ്മുടെ കോവിഡിനെ തന്നെയാണ്. ആ കാലയളവിലും പല ഗവൺമെന്റ് ഓഫീസുകൾ അടഞ്ഞു കിടന്നെങ്കിലും കൃത്യമായി അവരുടെ ശമ്പളം അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ മറ്റു പ്രൈവറ്റ് മേഖലകളിൽ പല IT സെക്ടറുകളൊക്കെ വർക്ക് ഫ്രം ഹോം ആയി. എന്നാൽ നമ്മളെപ്പോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോമായിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഗവൺമെന്റ് ജോലി, അതിനെ പറ്റി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ജോലിയെ പറ്റി ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം ഈ കോവിഡ് വന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്വകാര്യ കമ്പനികളിലേക്ക് എനിക്ക് പോകാൻ പറ്റാതെയായി ഡ്യൂ ടു ലോക്ക്ഡൗൺ. സാർ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗവൺമെന്റ് ജോബിന് വേണ്ടിയുള്ള സാറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയാം? ഗവൺമെന്റ് ജോലിയെ പറ്റി വളരെ ആത്മാർത്ഥമായി ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് എനിക്ക് പറ്റുന്നത് എന്ന് ഞാൻ ആദ്യമേ ആലോചിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ജോലി വന്നു. ഒന്ന് LD ക്ലാർക്ക്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ. അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൊതുവിജ്ഞാനം അടിസ്ഥാനപ്പെടുത്തി ബേസിക് സയൻസ്, ബേസിക് ഹിസ്റ്ററി, അതുപോലെ പല വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പരീക്ഷകളാണ്. അതിലുള്ള പൊതുവിജ്ഞാനത്തിലുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ് എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു റൂട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഗവൺമെന്റ് ജോലി സെക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള നമ്മൾ പഠിച്ച വിഷയമായ കെമിസ്ട്രി, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വേക്കൻസികൾ, കുറച്ച് നോട്ടിഫിക്കേഷൻസ് PSC പെട്ടെന്ന് പുറപ്പെടുവിച്ചു. അതിലൊന്നാണ് സയന്റിഫിക് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കെമിസ്ട്രി, റിസർച്ച് ഓഫീസർ ആൻഡ് ആർക്കിയോളജിക്കൽ കെമിസ്റ്റ്. അപ്പോൾ ഇത്രയും പരീക്ഷകൾ 4 PG ലെവൽ എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഒന്നിച്ച് ഇത്രയും പരീക്ഷകൾ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ എനിക്കും കൗതുകമായി. അതിനുവേണ്ടി ആത്മാർത്ഥമായി ട്രൈ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ തുടക്കം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഈ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും, നമ്മൾ 13 വർഷം മുമ്പോട്ട് പോയ ശേഷം 13 വർഷം ഗ്യാപ്പ് എടുക്കുമ്പോൾ നമ്മൾ പിന്നെയും 13 വർഷം പിന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ. അതായത് +2 കഴിഞ്ഞ ആൾ 12 വർഷം ഗ്യാപ്പ് എടുക്കുമ്പോൾ 1ാം ക്ലാസ്സിലേക്ക് പോയിരിക്കുന്ന പോലെയായി കെമിസ്ട്രിയിലുള്ള എൻ്റെ അറിവ്. അതോടെ എങ്കിലും ഞാൻ പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല്, നമ്മൾ എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം നീന്തൽ പഠിച്ച ഒരാൾ ഒരുപാട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് നീന്താൻ പേടിയൊക്കെ ആയിരിക്കും, പക്ഷെ അയാൾ ഒരു പുഴയിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീഴുകയാണെങ്കിൽ അയാൾ നീന്തി രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടിസ്ഥാനപരമായ അറിവ് കെമിസ്ട്രി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക്
സീറോയിൽ നിന്നാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് പിക്കപ്പ് ചെയ്തെടുക്കാം എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. നമുക്കറിയാം ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് നമ്മുടെ PSC എക്സാംസിനും അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻ രീതികൾ ഉണ്ടാവും. സാറിന് എങ്ങനെയായിരുന്നു PG കെമിസ്ട്രി ബേസ്ഡ് PSC എക്സാംസിനുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? സാർ എന്തെങ്കിലും പെർട്ടിക്കുലർ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ സാർ യൂസ് ചെയ്ത റിസോഴ്സസ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ കുട്ടികളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പരിശോധിക്കുക എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ സ്റ്റാൻഡ് അറ്റ് ദാറ്റ് മോമെന്റ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും PSC പരീക്ഷ എഴുതി നമ്മളുടെ ലെവൽ അളക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പല PSCകളുടെ പരീക്ഷകളും UGC നെറ്റ്, സെറ്റ്, ഗേറ്റ്, ജാം തുടങ്ങി, അതുപോലെ +2ൻ്റെ എൻട്രൻസ് എക്സാം തുടങ്ങി കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പല പല മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകളും ഞാൻ ആദ്യം എടുക്കുകയും വർക്കൗട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒറ്റനോട്ടത്തിൽ പല ചോദ്യങ്ങളും ഇത് എനിക്ക് അറിയാവുന്നതാണല്ലോ, ഇത് ഞാൻ പണ്ട് പഠിച്ചതല്ലേ, ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്നൊക്കെയുള്ള വളരെ ലാഘവത്തോടെ, അല്ലെങ്കിൽ എന്താ പറയുക, എന്താ പറയുക, കണ്ണും പൂട്ടി അപകടത്തിൽ പോയി ചാടുക എന്ന് പറഞ്ഞ പോലെ ഞാനും പോയി ചാടി. ഞാൻ അതിൻ്റെ ആൻസർ കീ എടുത്ത് പലതും ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പരിചയമുണ്ട്, എനിക്കറിയാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പലതിൻ്റെ ഉത്തരം ദൗർഭാഗ്യവശാൽ തെറ്റായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സബ്ജക്റ്റിലുള്ള എൻ്റെ ഗ്രിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് MSc പഠിക്കുമ്പോഴോ അല്ലെ BSc പഠിക്കുമ്പോഴോ പഠിച്ച വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. അതിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ശ്രമം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ ഒരു ലെവലിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ അറിവ് വെച്ചിട്ട് വളരെ വളരെ കോമ്പറ്റീറ്റീവായ 5-10 വർഷം കൂടുമ്പോൾ മാത്രം നമ്മുടെ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന പോലെ വരുന്ന PSC പരീക്ഷകളെ നേരിടാൻ നമുക്കാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് PSC പരീക്ഷയ്ക്ക് ഒട്ടുമിക്ക വർഷങ്ങളിലും സിലബസ് ചൂസ് ചെയ്യുന്നത്, ഒട്ടുമിക്ക സബ്ജക്ട് PSC പരീക്ഷയുടെയും സിലബസ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് PSC സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ MSc കെമിസ്ട്രി സിലബസ് ഡൗൺലോഡ് ചെയ്യുകയും അതിലെ പാഠഭാഗങ്ങൾ നോക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കുറേ ഭാഗങ്ങൾ ഞാൻ പഠിച്ചതായി ഓർക്കുന്നു. 10-13 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജീവിച്ചതിൻ്റെ ഏകദേശം 30% അത്രയും ഗ്യാപ്പ് എനിക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഗ്യാപ്പുകളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, എനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന കുറച്ച് പാഠഭാഗങ്ങൾ ഞാൻ അതിൽ നിന്ന് മാർക്ക് ചെയ്യുകയും അതിന് ആ സിലബസിനടി തന്നെ കുറേ ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പഠനം പുസ്തകങ്ങളുമായി അധികം ബന്ധമില്ലെങ്കിലും ഏതൊക്കെ ബുക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ കെമിസ്ട്രിക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ഏറ്റവും നല്ല ബുക്കുകളിൽ ഒന്നാണ് ഹ്യൂഹി, JE ഹ്യൂഹി. അതുപോലെ JD ലീ. ഞാൻ ആകെ 2 ബുക്കുകളെ പ്രധാനമായും റെഫർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ജോനാഥൻ ക്ലെയ്ഡന്റെ പുസ്തകം. പിന്നെ അതുപോലെ ജെറി മാർച്ച്, പിന്നെ വളരെയധികം റിയേജന്റിന്റെ ഒരു കാരക്ടേഴ്സ്, അങ്ങനെ ഒരു 2-3 പുസ്തകം മാത്രമേ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളൂ. അവയൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ പുരി ശർമ്മ ആൻഡ് പഥാനിയ, പിന്നെ അതുപോലെ അറ്റ്കിൻസ്, ഈ 2 പുസ്തകങ്ങളാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില പാഠഭാഗങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഒരു രീതിയിൽ എന്നെ കൊണ്ട് പഠിക്കാൻ ഞാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല. അത്തരം ടോപ്പിക്കുകൾ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ പഠിച്ച പാഠഭാഗങ്ങൾ പരമാവധി റിവൈസ് ചെയ്യാനും അതിനുള്ള ടച്ച് നഷ്ടപ്പെടാതിരിക്കാനും ഈ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ ശ്രമിച്ചത്. സാർ പറയുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എസ്പെഷ്യലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെ?
അതെ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഠഭാഗങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കാണാത്ത വശങ്ങളുണ്ടാവും അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ. നമ്മൾ എന്താ പറയുക, ആനയെ മുമ്പിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആനയ്ക്ക് വാലുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഓരോ തിയറിയും പഠിക്കുന്നത്. പക്ഷെ അതിൻ്റെ അപ്ലിക്കേഷൻ എതിലേക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ലോകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലോകത്തുള്ളത് എല്ലാം കെമിസ്ട്രി ആണെന്ന് പറഞ്ഞ പോലെ കെമിസ്ട്രിക്ക് ഇവരുടെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോളം പടർന്നു കിടക്കുക. ഓരോ ബ്രാഞ്ചുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അപ്പം ചോദ്യങ്ങളും എങ്ങനെ വരും എന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണയായി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പ്രോബ്ലംസ് എപ്പോഴും വർക്കൗട്ട് ചെയ്യണം. ഒരേ പ്രോബ്ലംസ് അല്ല, നമ്മൾ ഡിഫറൻ്റ് ആയി പല യൂണിവേഴ്സിറ്റികൾ പല ലെവൽ വേണം. കാരണം കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ബേസിക് ആയ ഏറ്റവും പ്രിലിമിനറി ആയ ഐഡിയ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഹയർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാം ഓർ ഗേറ്റ് ലെവലിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. സെറ്റ് അതൊക്കെ ഒരു നമുക്ക് പറയാം സ്ലൈറ്റ്ലി അബവ് ബേസിക് നോളജ്. ആ ഒരു ലെവലിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. പിന്നെ നെറ്റ്, ഗേറ്റിനെ നമുക്ക് എന്താ പറയുക നല്ല ലെവലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷെ PSC പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, കുറച്ചുകൂടി നമുക്ക് എളുപ്പമുള്ള ഡയറക്റ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി PSC പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേണിനെ പറ്റി മുമ്പ് നടത്തിയിട്ടുള്ള HSST കെമിസ്ട്രി അതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുകയും നോക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി സർ പറഞ്ഞു. അപ്പൊ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്നും നമ്മുടെ PSC എക്സാംസിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണ്? സാറിന് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമായ ജാം എല്ലാ വർഷവും IIT-കൾ അല്ലെങ്കിൽ IAS നടത്തുന്ന ഒരു എക്സാമിനേഷനാണ്. അതുപോലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നെറ്റ്, CSIR, JRF നെറ്റ് എക്സാമിനേഷൻ എല്ലാ 6 മാസം കൂടുമ്പോഴും നടത്തപ്പെടുന്ന പരീക്ഷയാണ്. അതുപോലെ ഗേറ്റ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന പരീക്ഷയാണ്. ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാമിനേഷൻ നമുക്ക് പരാജയപ്പെട്ടാൽ നമുക്ക് 6 മാസം കഴിയുമ്പോൾ പിന്നെ ഒരെണ്ണം കൂടി എഴുതാനുള്ളൊരു അവസരമുണ്ട്. എന്നാൽ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്നുള്ള പരീക്ഷ ഇതിനു മുമ്പ് നടത്തിയത് 2009-ലാണ്. അതിനുശേഷം 2020-ലാണ് ആ പോസ്റ്റിലുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വർഷവും പാസ്സാകുന്ന MSc കഴിയുന്ന ഒരു ബിരുദാനന്തര ബിരുദധാരിക്ക് JRF ആകാനോ അല്ലെങ്കിൽ നെറ്റ് മേടിക്കാനോ ഓരോ 6 മാസം കൂടുമ്പോഴും അവസരമുണ്ടെങ്കിൽ 2009-ൽ പാസ് ഔട്ടായ ഒരാൾക്ക് ആ വരെ മാത്രമാണ് 2009-ലെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ 10, 11, 12 മുതൽ 20 വരെയുള്ള വർഷം, 19 വരെയുള്ള വർഷം ഉള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിന് ഈ പരീക്ഷ എഴുതാൻ പിന്നെ ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഒരു പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരുപാട് കാത്തിരുന്ന് വരുന്ന പരീക്ഷ ആവുന്നത് കൊണ്ട് തന്നെ ഈ കാലയളവിൽ JRF മേടിച്ചവരും യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സും പല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അതുപോലെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലെ ബംഗാളിൽ നിന്നൊരു ടിഫറിൽ നിന്ന് MSc കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഐസറുകളിൽ നിന്ന് 3-4 കേഡറ്റ്സ് എന്താ പറയുക 3-4 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതുപോലെ IIT-യിൽ നിന്നുണ്ട്, IIT മദ്രാസിൽ നിന്ന് MSc കഴിഞ്ഞ ആളുണ്ട്. അതുപോലെ കർണാടകയിൽ നിന്നൊരാളുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട്, എന്നിട്ട് മത്സരിക്കുന്നുണ്ട്. അതിൽ പലർക്കും കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. മലയാളികളെക്കാളും ജോലി സാധ്യത വളരെ കുറവാണ് മറ്റ് സ്റ്റേറ്റുകളിൽ. ബംഗാളിലൊക്കെ ആകെ 10, 200, 500 ഒക്കെ പോസ്റ്റിങ്ങുകളാണ് ഒരു വർഷം നടക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഒരു തൗസൻഡ്സ് നടക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ മാത്രമല്ല കോമ്പറ്റേറ്റർ, പുറം സ്റ്റേറ്റുകളിൽ നിന്നുള്ള പലപ്പോഴും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസിന് നമ്മളെക്കാളും വളരെയധികം സയൻസിൽ ബാക്ക്ഗ്രൗണ്ട് കൂടുതലാണ്. കാരണം ഒന്ന്, അവരുടെ ഡിഗ്രി 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടാകും, പക്ഷെ അവരുടെ സിലബസും അവരുടെ ടീച്ചേഴ്സും ഒക്കെ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്, എനിക്ക് നേരിട്ടറിയാം. അപ്പം ഇപ്പം മലയാളികളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതുകയും കിട്ടിയാൽ ഇവിടെ ജോലിക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സർവീസ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയ യൂണിവേഴ്സിറ്റി റാങ്ക് നേടി ഇപ്പോൾ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഈ 5 യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ തന്നെയുണ്ട്, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. അമൃത യൂണിവേഴ്സിറ്റിനെ നമുക്ക് അതിൽ വേണേൽ ഉൾപ്പെടുത്താം, ഓട്ടോണോമസ് ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്കുകാരും
അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, ഏകദേശം 10-30,000-ഓളം എം എസ് സി കഴിഞ്ഞ ആൾക്കാരുണ്ട്. തൊഴിലില്ലാതെ നിൽക്കുകയാണ് അതിൽ ഭൂരിപക്ഷം പേരും. അപ്പോൾ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ എക്സാമിനേഷന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനേക്കാളും അപ്പുറമാണ്. മാത്രമല്ല, ഈ പരീക്ഷകളിലൊക്കെ വലിയ സബ്ജക്റ്റുകൾ ആകുമ്പോൾ ചില സമയത്ത് ചില പോർഷൻസ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് അക്യുമുലേറ്റ് ചെയ്ത് വരും. ചില സമയത്ത് ചില തെർമോഡൈനാമിക്സ് ചിലപ്പോൾ 10 ചോദ്യമൊക്കെ ബൈ മിസ്റ്റേക്ക്. കാരണം ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും പലരും സെറ്റ് ചെയ്ത് അത് മിക്സ് ചെയ്യുമ്പോൾ ചില ടോപ്പിക്കിൽ നിന്ന് ഇത് കൂടുതലായിട്ട് വരും. അപ്പോൾ ആ ഏരിയയിലൊക്കെ സ്ട്രെങ്ത് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ 5-6 മാർക്ക് അധികം മറ്റുള്ളവരെക്കാൾ മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യനിർഭാഗ്യങ്ങൾ പോലും ഈ പരീക്ഷയിലുണ്ട്. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജോലിയിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലോങ് അക്കാഡമിക് ഗ്യാപ്പ് എടുത്തിട്ട് വരുന്ന കുട്ടികൾക്ക്, PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ, ഞങ്ങൾക്ക് ഈ എക്സാംസ് ക്വാളിഫൈ ചെയ്ത് ഉയർന്ന റാങ്ക് നേടി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അവിടെയാണ് സാറിനെ പോലൊരു വ്യക്തിയുടെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ലൈക്ക് സ്വന്തമായിട്ട് പഠിച്ചാണ് സാറ്, അതും ഇത്രയും ഗ്യാപ്പിന് ശേഷം സ്വന്തമായിട്ട് പഠിച്ച് സാർ ഉയർന്ന റാങ്ക് നേടി, അതും 3 PG കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന്. അപ്പോൾ നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള PSC അസ്പിറൻസിന് വേണ്ടിയിട്ട് സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അതായത് ഈ 13 വർഷത്തെ ഇടവേള ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചു. അന്നത്തെ വ്യക്തിയിൽ നിന്ന് എനിക്കും ഒരുപാട് മെച്യൂരിറ്റി വന്നു. ജോലി ആവശ്യമായി വന്നു. ഒരു സ്റ്റെബിലിറ്റി, ഒരു സെറ്റിൽമെന്റ് ഇൻ ലൈഫ് ആവശ്യമായി വന്നു. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറഞ്ഞതുപോലെ ജോലി ആവശ്യമായതുകൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായി ചെയ്യാൻ പറ്റുന്ന കാര്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അതിന്റെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ നമ്മുടെ മറ്റു സ്ട്രെങ്തും PSC വീക്ക്നെസ്സും മനസ്സിലാക്കുക അല്ലേ? അതെ, ഫസ്റ്റ് സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കുക. ഞാൻ PSC പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 5-10 വർഷം കൂടുമ്പോൾ വരുന്ന പരീക്ഷ, അതുപോലെ 50% സീറ്റ് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള പരീക്ഷ, മുൻ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ടേൺ, PSC പരീക്ഷയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, റൊട്ടേഷൻ ടേൺസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഫില്ലാവാതെ കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ എന്തെങ്കിലും ക്രമക്കേടുകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരീക്ഷ റദ്ദാക്കുകയോ, അതുപോലെ അതിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ ഉത്തരസൂചികയിലൊക്കെ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ്, കോടതി നിയമങ്ങൾ, കേസുകൾ, അതുപോലെയുള്ള ഒരുപാട് നൂലാമാലകൾക്കിടയിലൂടെയാണ് പല PSC ലിസ്റ്റുകളും പുറത്തു വന്ന് നിയമങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വളരെ ഇടുങ്ങിയ ഒരു വാതിലിലൂടെയാണ് PSC പരീക്ഷ കടന്ന് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും കടന്നു പോകാൻ. ഇത് JRFന്റെയോ അതുപോലെ ഗേറ്റിന്റെയോ പോലെയല്ല. ഇതിലൂടെ കടന്ന് നമ്മൾ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ മറ്റ് അപകടങ്ങളോ മറ്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫായ ഒരു സോണിലേക്കാണ് നമ്മൾ ഒരു പരിധി വരുന്നത്. കാരണം ഒന്ന്, ഗവൺമെന്റ് ജോലി ഓരോ വർഷവും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന സാലറി. പണ്ട് കാലത്ത് ഗൾഫിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് 50,000, 60,000, 1 ലക്ഷം ശമ്പളമാണെങ്കിൽ ഇന്ന് ഗവൺമെന്റ് ജോലിയിൽ അത്യാവശ്യം ഒരു 10-15 വർഷം സർവീസുള്ള ഒട്ടുമിക്ക ഉദ്യോഗസ്ഥർക്കും ഇതിൽ കൂടി ശമ്പളം നാട്ടിൽ തന്നെ ലഭിക്കുന്നു. കോളേജ് അതുപോലെ എൻട്രി ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ 1.5 lakhs, 2 lakhs സാലറിക്ക് അടുത്തെത്തിയിട്ടാണ് അവർക്ക് റിട്ടയർ ചെയ്യുന്നത്. നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ, ഇനി വരുന്ന പേ റിവിഷൻ മറ്റു കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ ശരാശരി 6%, അതുപോലെ ആനുവൽ ഇൻക്രിമെന്റ് 3% എടുത്താൽ ഒരു വർഷം 10% ഇൻക്രിമെന്റ് ഉണ്ടാവും സാലറി. അപ്പോൾ 10-30 വർഷം സർവീസ് ഉള്ള ഒരാൾക്ക് 50,000 എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ 5-6 ലക്ഷം ബേസിക് സാലറി ആയിരിക്കും റിട്ടയർ ചെയ്യുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ഗ്രോ ചെയ്യും. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ശമ്പളം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ലഭിക്കും. ഞാനിവിടെ സർവീസിൽ കയറുമ്പോൾ ഇവിടെയുള്ള പല സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, SIമാരും ഒക്കെ വളരെ ചെറിയ 800, 600, 1000, 1200 ഒക്കെ ശമ്പളത്തിന് സ്റ്റാർട്ട് ചെയ്താണ്. അന്നത്തെ 1200 എന്ന് പറയുന്നത് ഇന്നത്തെ ചിലപ്പോൾ 20,000 മൂല്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പണപ്പെരുപ്പ് അതുപോലെയുള്ള ഫാക്ടറികളെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അനുസരിച്ച് നല്ലൊരു സാലറി ഗവൺമെന്റ് സർവീസിൽ കിട്ടും. അപ്പോൾ ഇത്രയും സേഫ് ആയ ഒരു ഇടത്തേക്ക് എത്താൻ നമ്മൾ കടന്നു പോകേണ്ട ഈ ചെറിയ ഇടുങ്ങിയ വാതിൽ, അപ്പോൾ നമ്മൾ ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകാൻ നമ്മൾ ചിലപ്പോൾ ലേശം മെലിയേണ്ടി വരും. നമ്മുടെ തടിയുള്ള ആൾക്ക് പറ്റും. എന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ ചിലപ്പോൾ നമുക്ക് ഇത്തിരി കുറയ്ക്കേണ്ടി വരും, കുറച്ചധികം ശാരീരികമായി അധ്വാനിക്കേണ്ടി വരും. അധ്വാനിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും സ്ലിം ആവും. എന്ന് പറഞ്ഞ പോലെ ഹാർഡ് വർക്കാണ് PSC പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ശ്രദ്ധ, എക്സാമിനേഷനിൽ നമുക്കുള്ള കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കണം. നമ്മൾ മറ്റു കാര്യങ്ങളിൽ, ഉത്സവം അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ പരീക്ഷനെ സെക്കൻഡറി ആയിട്ട് എടുത്താൽ PSC പരീക്ഷ കടന്നുകൂടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹാർഡ് വർക്കിനൊപ്പം തന്നെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് കോൺഫിഡൻസ് കൂടി വേണം. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ
നമുക്ക് കൈ സ്റ്റാഫ് വേണം. ദാറ്റ് ഈസ് അവർ നോളജ്. പിന്നെയോ 100 ക്വസ്റ്റ്യൻസ് ഏകദേശം ഞാനൊക്കെ എഴുതുമ്പോൾ 90 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 75 മിനിറ്റ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സയൻസിനെ സംബന്ധിച്ച് ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കലായ തിങ്കിങ് ചില സമയത്ത് കാൽക്കുലേഷൻ നടന്ന ശേഷമാണ് നമുക്ക് ഉത്തരം കിട്ടുക. പക്ഷേ നമുക്ക് അതിനെല്ലാം കൂടി കിട്ടുന്നത് ഏകദേശം ഇൻക്ലൂഡിംഗ് പബ്ലിക് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് 100 ചോദ്യത്തിനും കറക്റ്റ് ഉത്തരം എഴുതുക എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ആർക്കും സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നേരിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ആൾഡോൾ റിയാക്ഷൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയുക ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് പറ്റും. പക്ഷേ കെമിസ്ട്രിക്കും ഫിസിക്സ് ഒക്കെ പോലെ സയൻസ് സബ്ജക്റ്റിൽ എപ്പോഴും പ്രോബ്ലം കലർന്നായിരിക്കും ഓരോ ചോദ്യങ്ങളും. അതിനൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃത്യമായി കൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ എന്ത് ചെയ്യും സ്പ്രെഡ് എന്താ പറയുക നമ്മളുടെ അറിവ് കൂടുതൽ പല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ചില സമയത്ത് പലതിന്റെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സ്പീഡ് എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് 100 ചോദ്യത്തിന് ആൻസർ എഴുതാൻ പറ്റൂ. 100 ചോദ്യത്തിന് ആൻസർ എഴുതുക. PSC പരീക്ഷ ഇന്നുവരെ ഞാൻ 100 ചോദ്യത്തിന് ആൻസർ എഴുതിയിട്ടില്ല. ഞാനൊരു 55, 60, 65 മാക്സിമം എഴുതിയിട്ടുള്ളൂ. എനിക്ക് 1 2 ചോദ്യങ്ങൾ മാത്രമേ ഇത്രയും കാലമായിട്ടും തെറ്റു വന്നിട്ടുള്ളൂ. ഒട്ടുമിക്കത് എൻ്റെ ഇത് ശരിയാണ്. കാരണം ഞാൻ അത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ചില ചോദ്യങ്ങൾ വളരെ വലിയ ചോദ്യങ്ങളാണ്. അത് വായിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ സമയം ആവശ്യമായിട്ട് വരാറുണ്ട് ചില ചോദ്യം. ഞാൻ അത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ 6 7 ലൈൻസ് ഉണ്ടാവും ചില ചോദ്യങ്ങൾ. അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ ചിലപ്പോൾ A 1 2 അങ്ങനെ ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ചോദ്യം വലുതായതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അല്ലെങ്കിൽ ചെയ്യാൻ ആദ്യത്തെ ആൻസർ കൊടുക്കുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് 1 2 മിനിറ്റ് പിടിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അതിനുശേഷം വരുന്ന പലതും നമുക്ക് ബബിൾ ചെയ്യാനുള്ള സമയം കിട്ടാതെ വരും. കറക്റ്റ് ഉത്തരം ചെയ്യാൻ എന്താ പറയുക നൽകാനുള്ള സമയം നമുക്ക് ഇല്ലാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ ഉത്തരം ചിലപ്പോൾ തെറ്റുമായിരിക്കും. എളുപ്പമുള്ളത് പലതും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കിപ്പായി പോകും, ഉത്തരം എഴുതാൻ പറ്റാതെ വരും. അപ്പോൾ PSC പരീക്ഷ സംബന്ധിച്ച് നമുക്ക് സ്പീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും വേണം, സ്പീഡ് വേണം, നല്ല നോളജ് വേണം. പിന്നെ ഓരോ കൺസെപ്റ്റിനെ പറ്റിയും പലതരത്തിലുള്ള പല ഡിഫറൻ്റ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടി നമുക്ക് ആവശ്യമാണ്. ആദ്യത്തെ ഞാൻ 13 വർഷത്തിന് ശേഷം ഈ ഒരു മത്സര പരീക്ഷ രംഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം നേരിട്ടത് എന്താ പറയുക ഒരെണ്ണം ആക്യുറസി തീരെ കുറവായിരുന്നു. അതുകൊണ്ട് അറിയാമെന്ന് കരുതുന്നത് പോലും തെറ്റായിരുന്നു. പക്ഷെ കുറച്ച് നാൾ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോഴത്തേക്കും MSc ഒക്കെ പഠിക്കുന്ന പോലെ എൻ്റെ മെമ്മറി എനിക്ക് അതെല്ലാം കണക്റ്റഡായി വന്നു. ഒരു മാസം 2 മാസം പല ടോപ്പിക്കുകളും വായിച്ചപ്പോൾ തന്നെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി എൻ്റെ നോളജ് പിന്നെ എനിക്ക് തിരിച്ചു വന്നു. പക്ഷേ അതേപോലെ ലൈബ്രറിയുടെ ഉപയോഗമോ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ നോട്ടുകളോ ഒന്നും ഇല്ലാതെ മെറ്റീരിയൽ ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത്. സർ പറഞ്ഞിരുന്നു സർ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് സർ പറഞ്ഞിരുന്നു. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി വരാൻ സാധ്യത റിസോഴ്സ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. സർ എങ്ങനെയാണ് റിസോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തത്? ആ ഒരു ഡിഫിക്കൽറ്റി സർ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? ആദ്യം ഞാൻ ആ റിസോഴ്സ് മെറ്റീരിയലിനെ പറ്റിയുള്ള ഡിഫിക്കൽറ്റിയെ പറ്റി ആദ്യം പറയും. ഞാൻ ഡെയിലി 4 മണിക്കൂറോളം പഠിച്ചു. എന്നാൽ അതിൽ ഞാൻ യഥാർത്ഥത്തിൽ പഠിച്ചത് ഒരു 1 മണിക്കൂർ. അതിലെ 3 മണിക്കൂറും പല പുസ്തകങ്ങളിലും ഓൺലൈൻ റിസോഴ്സുകളായ NPTEL അതുപോലെ IAS IIT നടത്തുന്ന ചില ഓൺലൈൻ ലെക്ചേഴ്സ് നമുക്ക് യൂട്യൂബിൽ കാണാം. അതൊക്കെ വായിച്ച് പല കാര്യങ്ങളും സംശയമുള്ളതും നമുക്ക് ഫെമിലിയർ അല്ലാത്തതുമായ കാര്യങ്ങളെ പറ്റി മെറ്റീരിയൽ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ഭാഗം. അപ്പോൾ സത്യത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്ത ഇപ്പോൾ 1000 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി അവേഴ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 500 മണിക്കൂറെങ്കിലും ഈ മെറ്റീരിയൽ തരാൻ വേണ്ടിയാണ്. പഠിക്കാനായിട്ട് എനിക്ക് വളരെ അതിൻ്റെ പകുതി സമയം മാത്രമേ കിട്ടൂ. അപ്പോൾ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ഞാനൊരു കോച്ചിങ്ങിനോ ഒന്നിനോ പോകാതെ ഇത്തരം പരീക്ഷകൾ വിജയിച്ച ആളാണെങ്കിലും പ്രോപ്പർ റിസോഴ്സ് മെറ്റീരിയലും ബുക്സ് അതുപോലെ ഓൺലൈൻ റിസോഴ്സ് മോക്ക് ടെസ്റ്റ് ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം വളരെ എളുപ്പമാവുകയും മധുരമാവുകയും ചെയ്യും. കാരണം ഞാൻ മണിക്കൂറുകളോളം ഈ കമ്പ്യൂട്ടർ അതുപോലെ ബുക്കുകളൊക്കെ ഇന്ന് വായിച്ച് എൻ്റെ കണ്ണ് തന്നെ വേദനിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫിനറിയാം ഞാൻ ചില തരത്തിലുള്ള ഐ ഡ്രോപ്സ് ഒന്നും ഉപയോഗിക്കാറുണ്ട്, രാത്രി കണ്ണ് നീറിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഹാർഡാണ് ഈ ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുക. കാരണം നമ്മൾ MSc ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു ഭാഗമേ വരുള്ളൂ. പക്ഷേ PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ സിലബസ് വളരെ വലുതാണ്. അപ്പോൾ അതിലെ പലതും ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ചതായതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിലുള്ള പലതും നമുക്ക് പരിചയമില്ലാത്തതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നോക്കിയിടത്തോളം ഇപ്പോൾ പലതരത്തിലുള്ള എന്താ പറയുക കോച്ചിങ് സെന്ററുകളും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് പല അറിവുകളും ഒന്നിച്ചു തരാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സർവീസുകൾ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങളുടെ പഠനം എളുപ്പവും എന്താ പറയുക കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റും. കാരണം ഈ ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുക, മെറ്റീരിയൽ കണ്ടുപിടിക്കുക. പണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ റീഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈബ്രറി ബുക്കുകൾ റെഫർ ചെയ്യും, കൃത്യമായി അത് ഡിസൈൻ ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ ഒരു പോസ്റ്റ് ഇല്ല. എങ്കിലും ലൈബ്രറി ഉപയോഗം ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് അധ്യാപകരുടെ തലയ്ക്കകത്തല്ല, ലൈബ്രറിയിലാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന സ്രോതസ്സുകളെല്ലാം
അത് കോച്ചിങ് സെന്റർ ആകാം, പുസ്തകങ്ങളാകാം, ഓൺലൈൻ ക്ലാസ്സുകളാകാം. ഇവയൊക്കെ നമുക്ക് ഇത്തരം പരീക്ഷകൾ വളരെ പ്രയോജനമാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പകുതി സമയം ഇത് തിരയാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനും പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി സമയം പോലും മാത്രമേ എനിക്ക് പഠിക്കാൻ ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് എന്താ പറയുക, ഞാൻ എൻ്റെതായ എഫേർട്ടിൽ നടത്തിയത് വലിയൊരു ഹാർഡ് വർക്ക്, വലിയൊരു എന്താ പറയുക, ഡിഫിക്കൽട്ടായ ഒരു പ്രോഗ്രാം, ഒരു സ്റ്റഡി പ്രോഗ്രാം ആയിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ട്. സോ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച സാറിന് ഒരുപാട് നന്ദി. സാറിന് ബിസി സ്കെഡ്യൂൾ ആണെന്ന് അറിയാം. കാരണം കറന്റ് സയന്റിഫിക് ഓഫീസർ ഒരു ഗസ്റ്റ് പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജോലി ഇത്ര തിരക്കുള്ള വ്യക്തിയാണെന്ന് അറിയാം. സോ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്.